നമ്മൾ പോകുന്നത് കോന്നിയിലെ അപകടമുണ്ടായ മുറിഞ്ഞകൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് സംസാരിക്കുന്നത്. കമ്പനി കൈമാറുകയുള്ളൂ. അതിനകത്ത് എയർ ബാഗ് പോലും വർക്ക് ചെയ്തില്ല എന്ന് പറയുന്നത് അല്ല, 2013 മോഡൽ വാഹനത്തിന് എയർ ബാഗ് ഉണ്ടായിരുന്നോ, നിർമ്മാണ സമയത്ത് ഉണ്ടായിരുന്നോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. വാഹനം ഉണ്ടായിട്ട് വർക്ക് ചെയ്യാതിരുന്നാണോ അതോ നിർമ്മാണ സമയത്ത് വാഹനത്തിൽ എയർ ബാഗ് പിടിപ്പിച്ചിരുന്നില്ലോ ഉള്ളത് നമുക്ക് കൂടുതൽ അന്വേഷിച്ചാൽ മാത്രം. ഇത്തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നമ്മൾ കിടക്കുക. തീർച്ചയായിട്ടും അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഉടൻ തന്നെ അതിൻ്റെ പ്രാഥമിക നടപടികൾ ഇപ്പോൾ തന്നെ പൂർത്തിയാക്കും. വിശദമായ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് RTO മുഖേന സമർപ്പിക്കുന്നതായിരിക്കും. വരുന്ന വഴിയിൽ വേറെ വാഹനങ്ങൾ ഇതേപോലെ അപകടത്തിൽ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായി ശബരിമല സീസണാണ്. ഇക്കാര്യത്തിൽ പ്രിക്കോഷൻസ് നമ്മുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ? പ്രിക്കോഷൻസ് കുറച്ചുകൂടി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റും PWDയുമായി ആലോചിച്ച് ഈ റോഡിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ റോഡിൽ വരുത്തേണ്ടതെന്ന് അന്വേഷിച്ച് തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതായിരിക്കും. ഈ തുടർച്ചയായിട്ടുണ്ടാകുന്ന വാഹന അപകടങ്ങൾ, അക്കാര്യത്തിലൊരു സുരക്ഷാ മുന്നൊരുക്കം അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കിടക്കുകയാണ്. എന്തായാലും ഈ വാഹനത്തിൽ എന്തുകൊണ്ടാണ് ഈ എയർ ബാഗ് അടക്കം വർക്ക് ചെയ്യാതിരുന്നത് എന്നീ കാര്യങ്ങളിലടക്കം പരിശോധന വരും മണിക്കൂറുകളിൽ സ്വാഭാവികമായും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാകും. അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത്. പല കാര്യങ്ങളിലും അന്വേഷണം നടക്കുകയാണ്. എയർ ബാഗുകൾ എന്തുകൊണ്ട് വർക്ക് ചെയ്തില്ല, എയർ ബാഗുകൾ ഉണ്ടായിരുന്നു, കാര്യമൊക്കെ അന്വേഷിക്കുമെന്നാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇപ്പോൾ പറഞ്ഞത്.